നമസ്കാരം. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പവിത്രതയും അതോടൊപ്പം തന്നെ അമൂല്യമായ പുരാവസ്തു സമ്പത്തിനെയും സംബന്ധിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ട തെളിവുകൾ, വെളിപ്പെടുത്തലുകൾ കേരള പൊതുസമൂഹത്തിനെയും വിശ്വാസി സമൂഹത്തെയും ഒക്കെ തന്നെ ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 500 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവന്ന ആരോപണം അത് കൃത്യമായ തെളിവുകളുടെയും ആസൂത്രിതമായ നീക്കങ്ങളുടെയും ഭാഗമാണെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലോ സ്വർണ്ണപ്പാളികളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഈ അഴിമതിയുടെ വ്യാപ്തിയെന്നും ശബരിമലയുടെ മൂലക്കല്ലായിട്ടുള്ള പ്രതിഷ്ഠയെപ്പോലും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു ആൻറ്റിക് മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. വിശ്വാസികളെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരെയും വൈകാരികമായി തളച്ചിട്ട് മറുവശത്ത് ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു വൻ ശൃംഖലയെക്കുറിച്ചുള്ള ഗൗരവകരമായിട്ടുള്ള വസ്തുതകളാണ് ഇതിലൂടെ ഇപ്പോൾ ചർച്ചയാകുന്നത്. ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു തമിഴ്നാട് സ്വദേശിയും ഡി മണി അഥവാ ദുബായ് മണി എന്നറിയപ്പെടുന്നതുമായ പ്രമുഖ ആൻറ്റിക് ബിസിനസ്സുകാരനാണ്. ഇയാൾ നൽകിയ മൊഴികളുടെയും വിവരങ്ങളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് പ്രകാരം ശബരിമലയിൽ നിലവിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ടോ എന്നത് തന്നെ സംശയാസ്പദമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ശാസ്ത്ര വിഗ്രഹം അത് പഞ്ചലോഹ നിർമ്മിതമാണെന്നിരിക്കെ അത് കടത്തപ്പെടുകയോ മാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയാസ്പദമായി ചോദ്യം ഉയരുന്നുണ്ട്. 2007 മുതൽ 2017 വരെയുള്ള 10 വർഷത്തെ കാലയളവിലാണ് ഈ ക്രമക്കേടുകൾ വലിയ തോതിൽ നടന്നതെന്ന് കരുതപ്പെടുന്നു. ഈ കാലയളവിൽ നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെയും നവീകരണ പ്രവർത്തനങ്ങളുടെയും മറവിൽ അമൂല്യമായ പല വസ്തുക്കളും വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കടത്തപ്പെട്ടുവന്ന മൊഴികൾ ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട്. ഇത് ഒരു സംഘടിത കുറ്റകൃത്യമാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും ഇത്തരം വെളിപ്പെടുത്തലുകൾ വേണ്ട വിധം അന്വേഷിക്കപ്പെടാതെ മുങ്ങിപ്പോകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെയും ദേവസ്വം അധികൃതരുടെയും ഒക്കെ തന്നെ പങ്കിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഭക്തലക്ഷങ്ങളെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നുണ്ട്. 18-ാം പടിയുടെ അറ്റകുറ്റപ്പണികൾ, കൊടിമരത്തിൻ്റെ മാറ്റം, ശാസ്ത്ര വിഗ്രഹത്തിലെ സ്വർണം പൂശൽ തുടങ്ങിയ ചടങ്ങുകളുടെ മറവിൽ തന്ത്രിമാരും ഇടനിലക്കാരും ചേർന്ന് വൻതോതിൽ തിരിമറികൾ നടത്തിയതായിട്ടും ആരോപിക്കപ്പെടുന്നു. 2007 മുതൽ അധികാരത്തിലിരുന്ന തന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഈ ഇടപാടുകളിൽ നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ കൂട്ടുനിൽക്കുകയോ ചെയ്തുവെന്നാണ് കരുതുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാജിവാഹനം കടത്താൻ ശ്രമിച്ചതും നാട്ടുകാർ ഇടപെട്ട് അത് തടഞ്ഞതും മുൻപ് വാർത്തയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള മോഷണങ്ങളിലേക്കും പുരാവസ്തു കടത്തിലേക്കുമാണ്. രേഖകളുടെ അഭാവമാണ് ഈ കൊള്ളയെ പുറം ലോകത്തു നിന്ന് മറച്ചു പിടിക്കാൻ അധികൃതരെ സഹായിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണശേഖരത്തെയോ അല്ലെങ്കിൽ പഴയകാല പുരാവസ്തുക്കളെയോ സംബന്ധിച്ച് വ്യക്തമായ മിനിറ്റ്സ് രേഖകളോ ഇൻവെൻ്ററി റിപ്പോർട്ടുകളോ ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല എന്നത് അവിശ്വസനീയമാണ്. കോടതിയിൽ തെളിവുകൾ ഹാജരാക്കേണ്ടി വരുമ്പോൾ രേഖകൾ ലഭ്യമല്ല എന്ന സാങ്കേതികത്വം ഉപയോഗിച്ച് കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കോടതി ഇടപെട്ടാൽ പോലും പരിശോധിക്കാൻ ആവശ്യമായ ആധികാരിക രേഖകൾ നശിപ്പിക്കപ്പെട്ടിരിക്കാം. ഈ സാഹചര്യം മുതലെടുത്താണ് സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പൂശിയ വ്യാജ വസ്തുക്കൾ സ്ഥാപിച്ചതും അമൂല്യമായ മണികളും അതോടൊപ്പം തന്നെ വിഗ്രഹങ്ങളും വിദേശ കമ്പോളങ്ങളിൽ എത്തിച്ചും കോടികളുടെ ലാഭം കൊയ്യുന്നത്. അന്തിമമായി ശബരിമലയിൽ നടന്നത് കേവലം ചെറിയൊരു സാമ്പത്തിക ക്രമക്കേടല്ല, മറിച്ച് കേരളത്തിന് തന്നെ സാംസ്കാരിക പൈതൃകത്തിന് മേൽ നടന്ന വലിയൊരു കടന്നുകയറ്റമാണ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ആൻറ്റിക് മാഫിയയുടെ കണ്ണി കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും ക്ഷേത്രഭരണ സമിതിയിലേക്കും നീളുന്നുവെന്നത് ഗൗരവകരമാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അത് കൂടുതൽ വിപുലമാക്കുകയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കതീതമായി നിഷ്പക്ഷമായിട്ടുള്ള പരിശോധന നടത്തുകയും വേണം. ഭക്തർ സമർപ്പിച്ച ഈ സ്വർണവും ക്ഷേത്രത്തിലെ പൗരാണിക വിഗ്രഹങ്ങളും എവിടെ പോയി എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഉത്തരം നൽകാനായിട്ട് ഭരണകൂടത്തിനെ സംബന്ധിച്ച് ബാധ്യതയുണ്ട്. സത്യസന്ധമായ അന്വേഷണം നടന്നാൽ കേരളം ഇതുവരെ കാണാത്ത വലിയൊരു അഴിമതിയുടെ ചുരുള് ഇതിലൂടെ അഴിയുമെന്നതിൽ സംശയമില്ല.